ഹായ്, വെൽക്കം ടു റെട്രോ കാതികൻ. ജീതു ജോസഫ്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരു ത്രില്ലർ മയമാണ് ഓർമ്മ വരിക. അദ്ദേഹം ആസിഫിലുമായിട്ട് ചേർന്ന് ചെയ്യുന്ന രണ്ടാമത്തെ സിനിമ കൂമന് ശേഷം മിറാഷ് ഇന്ന് തിയേറ്ററിലേക്ക് എത്തി. റിവ്യൂയിലേക്ക് വരാം. നേരത്തെ പറഞ്ഞ പോലെ ഈ സിനിമയുടെ ടീസർ നല്ല രസമുള്ള ടീസറായിരുന്നു. ട്രെയിലർ യൂഷ്വൽ പാറ്റേൺ പിടിച്ച പോലെയാണ് ഫീൽ ചെയ്തത്. എന്നിരുന്നാൽ പോലും ടീസർ ഒരു ക്യൂരിയോസിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്ത് മൂഡാണ്? ആക്ഷൻ ത്രില്ലറാണോ അല്ലെങ്കിൽ ഒരു മിസ്റ്ററി ത്രില്ലറാണോ, അങ്ങനെ മറ്റേതെങ്കിലും കൈൻഡ് ഓഫ് ത്രില്ലറാണോ എന്നുള്ളൊരു സംശയമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പിടി തരാത്തൊരു ടീസറായിരുന്നു ഇതിൻ്റെ. കഥ തുടങ്ങിയപ്പോൾ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്, ഒരു പിടിയും തരാത്തൊരു ടീസർ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ സ്ക്രീനിൽ വന്നപ്പോൾ എവിടേക്കോ ഒരു നേരത്തെ കണ്ട ഒരു സിനിമയുടെ ഒരു സ്പാർക്ക് അല്ലെങ്കിൽ റെസംബ്ലൻസ് ഫീൽ ചെയ്തു. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത് മനസ്സിലായി, ഈ കഥയുടെ പോക്ക് എങ്ങോട്ടാണെന്നുള്ളതൊക്കെ മനസ്സിലാവുന്നുണ്ട്. ആ കഥയുടെ ചുരുക്കത്തിലേക്ക് വരാം. കഥയുടെ ഒരു പോക്കെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഒരു കഥാപാത്രം ഒരുപാട് സീക്രട്സുകൾ കീപ്പ് ചെയ്തിട്ടുണ്ട്. ആ കഥാപാത്രം പെട്ടെന്ന് മരണപ്പെടുന്നു. ആ കഥാപാത്രത്തോട് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ഒരു നായിക കഥാപാത്രം. ആ നായിക കഥാപാത്രത്തിൻ്റെ ലൈഫ് ഈ കഥാപാത്രം കാരണം കുറച്ച് ഡേഞ്ചർ ആവുന്നു. ആ സിനാരിയോയിലേക്ക് ജീവിതത്തിൽ അല്ലെങ്കിൽ കരിയറിൽ സ്ട്രഗിൾസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു നായക കഥാപാത്രം എൻ്റർ ചെയ്യുന്നു. പിന്നെ ഈ നായക കഥാപാത്രവും നായികയും കൂടി ഈ മരണപ്പെട്ട കഥാപാത്രത്തിൻ്റെ സീക്രട്സിന് വേണ്ടിയിട്ടുള്ളൊരു സീക്രട്സ് റിവീൽ ചെയ്യാൻ വേണ്ടിയുള്ളൊരു യാത്രയാണ്. അങ്ങനെ അതിലൂടെ ഒരു വലിയൊരു സ്കാമിങ്, അങ്ങനെയുള്ള ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റി അവർ വെളിച്ചത്ത് കൊണ്ടുവരുന്നു. ഇതാണ് കഥയുടെ ഒരു മൊത്തത്തിലുള്ളൊരു സംഗ്രഹമായിട്ട് പറയാനുള്ള സംഭവം. മുന്നേ കണ്ടിട്ടുള്ള, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്, ദിലീപ് മമത മോഹൻദാസ് അഭിനയിച്ചിട്ടുള്ള ബി ഉണ്ണികൃഷ്ണൻ ഡയറക്ട് ചെയ്ത സിനിമ കോടതി സമക്ഷം ബാലം വക്കീൽ, അതിൻ്റെ ഭയങ്കരമായിട്ടുള്ള റെസംബ്ലൻസ് ഫീൽ ചെയ്തു ഈ കഥയ്ക്ക്. അതിലെ കഥ ഏകദേശം ഇതുപോലെയാണ്. കരിയറിൽ ഒരുപാട് സ്ട്രഗിൾസ് നേരിടുന്ന ഒരു വീക്കുള്ള ഒരു വക്കീൽ കഥാപാത്രം, ബാലൻ എന്ന് പറയുന്ന കഥാപാത്രം. അദ്ദേഹത്തിൻ്റെ മേലൊരു ഫേക്ക് ചാർജ് വരികയും അതിലേക്ക് അനുരാധ എന്ന് പറയുന്ന മമത മോഹൻദാസിൻ്റെ കഥാപാത്രം എൻ്റർ ആവുകയും പിന്നീട് ഈ കേസിനുള്ള ഒരു മൂല കാരണമായിട്ട് അനുരാധ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ കഥാപാത്രം മരിക്കുന്നതാണ് കാരണമെന്ന് മനസ്സിലാക്കുകയും ആ മരണം എന്തുകൊണ്ടാണെന്നും അതിലൂടെ എന്ത് സ്കാമിംഗ് ആണ് അല്ലെങ്കിൽ എന്ത് ഇല്ലീഗാലിറ്റിയാണ് നടക്കാൻ പോകുന്നുള്ളതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരികയാണ് ഇവർ രണ്ടുപേരും കൂടെ പിന്നീട് ചേർന്നിട്ട്. അങ്ങനെയാണ് ഇതിൻ്റെ കഥ. അപ്പം ഈ കഥയിലേക്ക് ജീതു ജോസഫിൻ്റെ തന്നെ മുൻ സിനിമകളായിട്ടുള്ള ഊഴം, ആദി, ഈ 2 സിനിമകളുടെയൊക്കെ കുറേ എലമെൻറ്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് അതിൽ ഓരോ കഥാപാത്രത്തിനും ഓരോ സീക്രട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അങ്ങനെ ചെയ്തു വെച്ചൊരു സിനിമയായിട്ടാണ് മിറാഷ് തോന്നിയത്. പിന്നെ അങ്ങോട്ട് ഈ കഥയിലേക്ക് ട്വിസ്റ്റുകളുടെ ഘോഷയാത്രയാണ്. എല്ലാവർക്കും ട്വിസ്റ്റാണ്, എല്ലാ കഥാപാത്രങ്ങളും ട്വിസ്റ്റാണ്. ആർക്കും ഒരു കഥാപാത്രത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, കാണുന്ന പ്രേക്ഷകർക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ ട്വിസ്റ്റുകളെല്ലാം നേരത്തെ കണ്ട് പഴകിയ ട്വിസ്റ്റുകൾ പോലെയാണ് ഫീൽ ചെയ്തത്. ഒന്നിനും ഒരു ഹൂക്ക് എലമെൻ്റായിട്ട് ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ആൻഡ് ഓവറോൾ ഈ സിനിമ തുടങ്ങി തീരുന്നിടം വരെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. അപ്പം ഇങ്ങനെയാണ് ഫീൽ ചെയ്തത്. പക്ഷേ എന്നിരുന്നാൽ പോലും അതെല്ലാം പ്രഡിക്റ്റബിളായിരുന്നു. ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേണൊക്കെ പോയിരിക്കുന്നത്. ജീതു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ഇതുവരെയുള്ള ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസ് വെച്ച് പടം എങ്ങനെയൊക്കെയോ തീർക്കാൻ വേണ്ടി ഒപ്പിച്ചെടുത്തതുപോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ടെക്നിക്കൽ സൈഡൊക്കെ നല്ലത് തന്നെയായിരുന്നു. VFX, അദ്ദേഹത്തിൻ്റെ മെമ്മറീസിലുള്ള സംഭവങ്ങളൊക്കെ മേലൊരു ഫേക്ക് ചാർജ് വരികയും അതിലേക്ക് അനുരാധ എന്ന് പറയുന്ന മമത മോഹൻദാസിൻ്റെ കഥാപാത്രം എൻ്റർ ആവുകയും പിന്നീട് ഈ കേസിനുള്ള ഒരു മൂല കാരണമായിട്ട് അനുരാധ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ അച്ഛൻ കഥാപാത്രം മരിക്കുന്നതാണ് കാരണമെന്ന് മനസ്സിലാക്കുകയും ആ മരണം എന്തുകൊണ്ടാണെന്നും അതിലൂടെ എന്ത് സ്കാമിംഗ് ആണ് അല്ലെങ്കിൽ എന്ത് ഇല്ലീഗാലിറ്റിയാണ് നടക്കാൻ പോകുന്നുള്ളതൊക്കെ വെളിച്ചത്ത് കൊണ്ടുവരികയാണ് ഇവർ രണ്ടുപേരും കൂടെ പിന്നീട് ചേർന്നിട്ട്. കഥയിലേക്ക് ജീതു ജോസഫിൻ്റെ തന്നെ മുൻ സിനിമകളായിട്ടുള്ള ഊഴം, ആദി, ഈ 2 സിനിമകളുടെയൊക്കെ കുറേ എലമെൻറ്റ്സ് ഒക്കെ മിക്സ് ചെയ്ത് അതിൽ ഓരോ കഥാപാത്രത്തിനും ഓരോ സീക്രട്ട് ബാക്ക്ഗ്രൗണ്ട് കൊടുത്ത് അങ്ങനെ ചെയ്തു വെച്ചൊരു സിനിമയായിട്ടാണ് മിറാഷ് തോന്നിയത്. പിന്നെ അങ്ങോട്ട് ട്വിസ്റ്റുകളുടെ ഘോഷയാത്രയാണ്. എല്ലാവർക്കും ട്വിസ്റ്റാണ്, എല്ലാ കഥാപാത്രങ്ങളും ട്വിസ്റ്റാണ്. ആർക്കും ഒരു കഥാപാത്രത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥ, കാണുന്ന പ്രേക്ഷകർക്കും വിശ്വസിക്കാൻ പറ്റാത്ത അവസ്ഥയൊന്നും ഉണ്ടായിട്ടില്ല. കാരണം ഈ ട്വിസ്റ്റുകളെല്ലാം നേരത്തെ കണ്ട് പഴകിയ ട്വിസ്റ്റുകൾ പോലെയാണ് ഫീൽ ചെയ്തത്. ഒന്നിനും ഒരു ഹൂക്ക് എലമെൻ്റായിട്ട് ഒന്നും തന്നെ ഫീൽ ചെയ്യുന്നില്ല. ഓവറോൾ ഈ സിനിമ തുടങ്ങി തീരുന്നിടം വരെ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ്. പ്രഡിക്റ്റബിളായിരുന്നു. ഒരു ഇമ്പാക്റ്റും ഉണ്ടാക്കിയില്ല.
അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ക്രിപ്റ്റിംഗ് പാറ്റേൺ ഒക്കെ പോയിരിക്കുന്നത്. ജീത്തു ജോസഫ് എന്ന് പറയുന്ന ഡയറക്ടർ ടെക്നിക്കലി ഉള്ള ഇതുവരെയുള്ള ഒരു ടെക്നിക്കൽ എക്സ്പീരിയൻസ് വെച്ച് പടം എങ്ങനെയൊക്കെയോ തീർക്കാൻ വേണ്ടി ഒപ്പിച്ചെടുത്തത് പോലെയാണ് ഫീൽ ചെയ്തത്. കാരണം ടെക്നിക്കൽ സൈഡൊക്കെ നല്ലത് തന്നെയായിരുന്നു. VFX അദ്ദേഹത്തിൻ്റെ മെമ്മറീസിലുള്ള സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ട്. മ്യൂസിക്കൽ പാറ്റേൺ ഒക്കെ അങ്ങനെ തന്നെയാണ്. മ്യൂസിക്കൽ സ്കോഴ്സ് ഒക്കെ കൊടുത്ത് എല്ലാ കഥാപാത്രങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട്. ദൃശ്യത്തിൽ ഗീതാ പ്രഭാകർ സംസാരിക്കുന്ന പോലെ ഹീ ജസ്റ്റ് റീക്രിയേറ്റിംഗ് ദാറ്റ് ഡേ. അതൊരൊറ്റ തവണയേ ഉള്ളൂ ദൃശ്യത്തിനകത്ത്. പക്ഷേ ഇതിനകത്ത് ടോട്ടലി അത് ഫുൾ അങ്ങനെ തന്നെയാണ് കിടക്കുന്നത്. പെർഫോമൻസ് സൈഡിലേക്ക് വരുമ്പോൾ എടുത്തു പറയാനുള്ള ഒരു പെർഫോമൻസ് ഒന്നും ഒന്നിനകത്ത് ഫീൽ ചെയ്തില്ല. പിന്നെ കഥയുടെ അവസാനം കഥ എങ്ങനെയെങ്കിലും എത്തിക്കാനുള്ള രീതിയിൽ ഈ കഥയ്ക്ക് എങ്ങനെ ഒരു ലക്ഷ്യം വേണമല്ലോ, ആ ഒരു രീതിയിൽ കൊണ്ടുവന്നൊരു അവിടെ ഒരു ട്വിസ്റ്റ് ഇട്ടിട്ട് വേറൊരു രീതിയിലൊക്കെ കൊണ്ടുവന്നിരിക്കുകയാണ് ആ സിനിമ. ഞാനത് പറയുന്നില്ല, നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. വലിയ സ്പെഷ്യലായിട്ട് എടുത്തു പറയാനായിട്ടൊന്നും തന്നെ ഇല്ല. പെർഫോമൻസ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നില്ല. ആസിഫ് അലിയൊക്കെ ചുമ്മാ ചെയ്യുന്നു, അപർണ ബാലമുരളി എന്തോ ചെയ്യുന്നു, ഹനാറി ജി ഘോഷി ഇതുപോലെ മുന്നേ ചെയ്തിട്ടുള്ള കഥാപാത്രങ്ങളുടെ ഒരു ഭയങ്കരമായിട്ടുള്ള ആ ഒരു റെപ്യൂട്ടേഷൻ തന്നെയാണ് വന്നിരിക്കുന്നതിനകത്തും. അത് സിനിമ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഹക്കീം ഷാജഹാൻ മിസ് കാസ്റ്റിംഗ് അത്യാവശ്യം നീറ്റായിട്ട് പെർഫോമൻസ് കൊടുത്തതെന്ന് പറഞ്ഞാൽ തമിഴ് കഥാപാത്രം ശ്രവണം ചെയ്ത കഥാപാത്രവും അതിൻ്റെ കൂടെയുള്ള ഒരു ഗുണ്ടയുടെ കഥാപാത്രമുണ്ട്. പിന്നെ സമ്പത്ത് ചെയ്ത പോലീസ് ക്യാരക്ടറും. ഈ ഒരു 2-3 കഥാപാത്രങ്ങളെ അത്യാവശ്യം നീറ്റായിട്ട് തോന്നിയുള്ളൂ. ബാക്കിയുള്ളവർക്കെല്ലാം അവർക്ക് സ്ക്രീൻ സ്പേസ് ഉണ്ട്, പക്ഷെ ഒന്നും അതങ്ങോട്ട് കഥയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റാത്തൊരു രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു. എടുത്തു പറയാനായിട്ടൊന്നും തന്നെയില്ല. പെർഫോമൻസ് ആയിട്ട് ഒരു രസമില്ലാതെ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. സിനിമാറ്റോഗ്രാഫി കൊള്ളായിരുന്നു, മ്യൂസിക്കൽ സ്കോഴ്സും കൊള്ളായിരുന്നു, VFXും കൊള്ളായിരുന്നു. അതിലൊക്കെ അത്യാവശ്യം ആ എക്സ്പീരിയൻസ് പിടിച്ചിട്ടുണ്ട്. ബാക്കിയുള്ളതെല്ലാം സ്ക്രിപ്റ്റിംഗ് നല്ലതല്ലാതെ ഒരിക്കലും ഇതിന് ഈ ടെക്നിക്കൽ സൈഡ് കൊണ്ട് സേവ് ചെയ്യാൻ പറ്റുന്നൊരു സംഭവം അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതി ഒന്നും എടുത്തു പറയാനായിട്ട് ഇതിനകത്തൊന്നും തന്നെ ഇല്ല. ആൻഡ് ഓവറോൾ ഈ സിനിമ വലിയ സ്പെഷ്യലായിട്ടൊന്നും തോന്നില്ല. നേരത്തെ പറഞ്ഞ പോലെ കോടതി സംരക്ഷണം ബാലൻ വക്കീൽ പ്ലസ് ജീത്തു ജോസഫിൻ്റെ മറ്റ് സിനിമകൾ ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സിനിമയാണ് മിറാഷ്. എന്തായാലും കണ്ട അഭിപ്രായം പറയുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ബൈ, റെട്രോ കാവ്യം.